ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ദ ബർഗ്ലർ ജമ്പ് ഡാഷ് ദ കോമ്പൗണ്ട് വാളാണ്. ആൻസർ വരുന്നത് ഓവർ ആണ്. അതായത് മുകളിൽ എന്നർത്ഥത്തെ ആൻസർ വരുന്ന ഓവർ. അടുത്ത ക്വസ്റ്റ്യൻ ഓൺ ഡാഷ് വേ വിസോ ഡാഷ് വൺ ഐഡ് ബെഗർ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് വൺ ആണ്. അപ്പം വൺ എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും വരുന്നത്? എ ആയിരിക്കും വരുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഓൺ ദി, അപ്പോൾ ദി ആണ് വരുന്നത്. ദി എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഫ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂഡിൻ്റെ സിനോണിം എന്ന് വെച്ചാൽ എന്താണ്? ക്വരലാണ്. തല്ലുപിടിക്കുക എന്നാണ് ഫ്യൂഡിൻ്റെ അർത്ഥം. FEUD ക്വരൽ. QUARREL ആണ്. അടുത്ത ക്വസ്റ്റ്യന് ഐ ഡാഷ് സ്റ്റേ ഹിയർ സ്റ്റിൽ സൺഡേ. അതായത് നേരത്തെ പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിലാണ്. അപ്പോൾ ഇവിടെ വരുന്നത് വിൽ ബി സ്റ്റേയിങ് ആണ് വരുന്നത്. ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ സ്റ്റിൽ സൺഡേ. അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ് ഡ്രോ ദ ഫിഗർ. അതായത് ഇത് എങ്ങനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? യു ആർ, അതായത് പ്ലീസ് ഉണ്ടായിരുന്നത് തന്നെ അത് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ റിക്വസ്റ്റഡ് ആവും. യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഐ ഡാഷ് വാൾ 10 miles വിത്തൗട്ട് ഗെറ്റിംഗ് ടയേർഡ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു കഴിവിനെയാണ്, പ്രസൻറ്റ് കാര്യമാണ്, പ്രസൻറ്റിലെ ഒരു കഴിവിനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ത് നമ്മൾ വയ്ക്കുക? ഐ ക്യാൻ എന്ന് പറയും. പാസ്റ്റ് ആയിരുന്നെങ്കിൽ കുഡ് വന്നേനെ. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നോട്ട് റെയിനിങ് ഡാഷ്. ഇവിടെ നമ്മൾ എഴുതുന്നത് ഇതെന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം പോസിറ്റീവ് ടാഗ് വേണം. ഈസ് ഇറ്റ് ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ, ഇറ്റ് ഈസ് നോട്ട് ഓർണമെൻ്റ്. ഇവിടെ ആൻസർ വരുന്നത് 2 നോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെയ്തർ നോറാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കിൽഡിൻ്റെ സിനോണിം എന്താണ്? കിൽഡിൻ്റെ സിനോണിമാണ് സ്ലെയിൻ എന്ന് പറയുന്നത്. കിൽഡിൻ്റെ അർത്ഥം അതായത് കൊല്ലുക എന്നർത്ഥം തന്നെ വരുന്നതാണ് സ്ലെയിൻ എന്ന് പറയുന്നത്. അതേകൂട്ട് തന്നെ കോൺഫിസിക്കേറ്റ് മീൻസ് എന്താണ്? ജപ്തി ചെയ്യുന്നതിന് കോൺഫിസിക്കേറ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഡു യു മൈൻഡ് ഡാഷ് സം പിക്ചേഴ്സ് ഓഫ് യുവർ ട്രിപ്പ് ഓൺ ഫേസ്ബുക്ക്. ആൻസർ വരുന്നത് ഡു യു മൈൻഡിന് ശേഷം എപ്പോഴും വെർബിൻ്റെ ING ഫോമാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സമൺ മീൻസ് സമൺ എന്താണ്? സെൻഡ് ഫോർ എന്നാണ് വരുന്നത്. സമൺ സെൻഡ് ഫോർ. അടുത്ത ക്വസ്റ്റ്യൻ ഹി ഫെൽറ്റ് നോ ക്വാംസ് ഡാഷ് ബോറോയിങ് മണി ഫ്രം ഹിയേഴ്സ് ഫ്രണ്ട്സ്. ഇതിൻ്റെ കൂടെ വരുന്നത് എബോട്ടാണ് വരുന്നത്. അതായത് കാംസ് മീൻസ് എന്താണ്? മനസാക്ഷി കുത്തിനെയാണ് കാംസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കോൺസൈൻറ്റിസ് എന്ന് പറയുന്നത് എന്താണ്? മനസാക്ഷി പ്രകാരം, അതായത് സയൻറ്റിസ് എന്ന് വെച്ചാൽ സയൻസ് ആണ് അതിൻ്റെ സ്പെല്ലിങ്. CONSCIENTIOUS ആണ് വരുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ പറഞ്ഞ് ബർഗ്ലർ ജംപ്ഡ് ഓവറാണ്. ഓൺ ഡാഷ് വേ എന്ന് പറയുമ്പോൾ DA ആണ് വരുന്നത്. ഫ്യൂഡിൻ്റെ സിനോണിം എന്ന് വെച്ചാൽ കരലാണ്. സ്റ്റേയിങ് ഹിയർ സ്റ്റിൽ സൺഡേ എന്ന് പറയുമ്പോൾ വിൽ ബി സ്റ്റേയിങ് ആണ്. പ്ലീസ് ഡ്രോ ദ ഫിഗർ എങ്ങനെ നമ്മൾ എഴുതും? യു ആർ റിക്വസ്റ്റഡ് ടു ഡ്രോ ദ ഫിഗർ. ആ ഡാഷ് വാൾ 10 miles വിത്തൗട്ട് ക്യാൻ ആണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് റെയിനിങ്